പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടോ? നമ്മുടെ ഒരു മതപരമായ ആചാരം എന്നതിലപ്പുറം പ്രാർത്ഥന കൊണ്ട് നമുക്ക് ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ട്. നമ്മളുടെ മൈൻഡിന്റെ ഒരു റീസെറ്റ് ബട്ടൺ ആണ് ഈ പ്രെയർ എന്ന് പറയുന്നത്. സയൻസ് അതിന്റെ എവിഡൻസുകൾ ഒരുപാട് നിരത്തിയിട്ടുണ്ട്. ഒരുപാട് റിസർച്ചുകൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ, അതോടൊപ്പം തന്നെ അവരുടെ ഓവറോൾ വെൽബീയിങ്ങിൽ, അവരുടെ ബ്രെയിനിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് കൊണ്ടുവരുന്നത് എന്നതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള പഠനം നടത്തിയിട്ടുണ്ട്. എന്താണ് ഈ പവർ ഓഫ് പ്രെയർ എന്ന് പറയുന്നത്? മനസ്സ് ഒരുപാട് ഭാരപ്പെട്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ മുമ്പോട്ട് പോകാൻ കഴിയാതെ നമ്മൾ സ്റ്റക്ക് ആയിട്ടിരിക്കുന്ന ഒരു അവസരം ഉണ്ടാവുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അത് നമ്മളുടെ മനസ്സിന് ഒരുപാട് ആശ്വാസവും ഒരു ശാന്തതയൊക്കെ കൊണ്ടുതരും, അല്ലെ? ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ കോർട്ടിസോൾ ലെവൽ വല്ലാതെ കൂടും. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് സംഭവിക്കുകയും ചെയ്യും. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു കോർട്ടിസോളിന്റെ ലെവൽ കുറയും. അതിന്റെ ഫലമായിട്ട് നമ്മുടെ സ്ട്രെസ്സും ആങ്സൈറ്റിയും കുറയും. നമ്മുടെ മനസ്സിന് ഒരു ശാന്തത കൈവരിക്കാൻ ഇതിലൂടെ സാധിക്കും. പ്രാർത്ഥന നമുക്ക് ഒരു ആത്മനിയന്ത്രണവും ഡിസിപ്ലിനും ഒക്കെ കൊണ്ടുതരും. എന്ത് കാര്യവും പെട്ടെന്ന് സാധിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് നേടിയെടുക്കണം എന്നുള്ള ഒരു ചിന്തയിൽ നിന്ന് നമ്മളെ ഒന്ന് കൺട്രോൾ ചെയ്യാനും എടുത്തുചാട്ടങ്ങൾ പരമാവധി കുറയ്ക്കാനും ഈ പ്രാർത്ഥനയിലൂടെ സാധിക്കും. കാരണം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഒരു സെൽഫ് റിഫ്ലക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുറച്ചുകൂടി ചിന്തിക്കുവാനും ആ പ്രവർത്തനത്തിന് പെട്ടെന്നുള്ള എടുത്തുചാട്ടമൊക്കെ പരമാവധി കുറച്ച് ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ ഈ പ്രാർത്ഥനയിലൂടെ സാധിക്കും. നമ്മളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനും പ്രാർത്ഥനയ്ക്ക് അപാരമായിട്ടുള്ള കഴിവുണ്ട്. കാരണം നമ്മൾ ഒരുപാട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ലൈഫിലുണ്ട്. ആ ഒരു സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ മനസ്സിന് ഒരു ശാന്തത കൈവരിക്കാൻ അത് സഹായിക്കും. അതോടൊപ്പം തന്നെ ചിലപ്പോൾ നമുക്ക് ചില സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കില്ല. ഒരുപാട് കടുത്ത നിരാശയാവാം, അല്ലെങ്കിൽ ഒരു അഗ്രസീവ് നേച്ചർ ആകാം, വയലന്റ് ആകുന്ന രീതിയിലുള്ള ഒരു സ്വഭാവം, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കുന്ന ഒരു സ്റ്റേറ്റിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഒരുപാട് വിഷമം നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ പ്രാർത്ഥിച്ച്, ചിലപ്പോഴൊരു ഇമോഷണൽ ഒരു വെന്റിലേഷൻ എന്ന നിലയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദൈവത്തോടൊന്ന് സംസാരിക്കും, അല്ലെങ്കിൽ നമ്മൾ കരയും. ഇപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു ഇമോഷണൽ റിലീസ് സംഭവിക്കുന്നത് നമുക്കൊരു മനസ്സിന് ശാന്തതയും സമാധാനവും ഒരു ബാലൻസും ഒക്കെ കൊണ്ടുതരാൻ സഹായിക്കും. അതുപോലെ തന്നെ നമ്മളൊക്കെ ഇന്ന് ജീവിക്കുന്നത് ഒരുപാട് ആളുകളുടെ ഇടയിലാണ് എങ്കിലും എല്ലാവർക്കും തന്നെ ഒരു ലോൺലിനെസ്, ഒരു ഐസൊലേഷൻ ഫീൽ ചെയ്യാറുണ്ട്, അല്ലെ? ഒരുപാട് സുഹൃത്തുക്കളുടെ ഇടയിലാണ് എങ്കിലും എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല എന്നുള്ള ചിന്ത. ഒരുപാട് റിലേറ്റീവ്സിന്റെ ഇടയിലാണ് എങ്കിലും ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്നുള്ള ഒരു മാനസികാവസ്ഥയൊക്കെ നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്യും. അതിന്റെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് നമുക്ക് വരാറുമുണ്ട്. പക്ഷേ നമ്മളൊരു പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ നമ്മളെക്കാൾ ഉയരത്തിലുള്ള ഒരു എനർജിയുമായിട്ട്, അല്ലെങ്കിൽ ദൈവവുമായിട്ട് നമ്മൾ ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് ജീവിതത്തിൽ ഒരിക്കലും ഒരു ഒറ്റപ്പെടൽ അനുഭവപ്പെടേണ്ടതായിട്ട് വരികയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ഞാൻ തനിച്ചല്ല, എന്റെ ഏത് വിഷമഘട്ടങ്ങളിലും സാഹചര്യങ്ങളിലും എന്നെ തുണയ്ക്കാൻ ശക്തനായ ഒരു പവർ, എന്റെ മേലെയുള്ള ഒരു സുപ്പീരിയർ പവർ എനിക്കുണ്ട്, അല്ലെങ്കിൽ ഒരു കമ്പാനിയൻ, എനിക്ക് ഏറ്റവും നല്ല ഒരു സുഹൃത്തുണ്ട് എന്നുള്ള ഒരു ബോധ്യം പ്രാർത്ഥന നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ക്ഷമിക്കാനായിട്ടുള്ള ഒരു കഴിവ് ഏറ്റവും അധികം ലഭിക്കുന്നത് പ്രാർത്ഥനയിലൂടെയാണ്. നമുക്ക് ഏറ്റവും ദേഷ്യമുള്ള ഒരു വ്യക്തിയെ കുറിച്ചായാലും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഓർത്ത് കഴിയുമ്പോൾ പതിയെ പതിയെ ആ വ്യക്തിയോടുള്ള ദേഷ്യവും നീരസവും ഒക്കെ കുറച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിലാണ് എങ്കിൽ പോലും ആ ഒരു ഫൊർഗീവ്നെസ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് പ്രാർത്ഥന നമ്മെ സഹായിക്കും. അതുപോലെ നമ്മുടെ ലൈഫിൽ എപ്പോഴും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികളും മാത്രമാണ് വരുന്നതെങ്കിൽ സ്ഥിരമായിട്ട് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ. ദൈവത്തിനോട് നന്ദി പറയുന്ന ഒരു ശീലം ഡെവലപ്പ് ചെയ്തെടുക്കുക. അതായത് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ ദൈവത്തോട് തന്ന അനുഗ്രഹങ്ങളെ മാത്രം ഫോക്കസ് ചെയ്ത് അതിനോട് നന്ദി പറഞ്ഞ് നമ്മൾ ഡെയിലി പഠിച്ചു കഴിയുമ്പോൾ പോസിറ്റീവിലേക്ക് ഫോക്കസ് ചെയ്യാൻ നമ്മളുടെ ബ്രെയിനിനെ നമ്മൾ പരിശീലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മളുടെ ഭാവിയെ കുറിച്ച് നമുക്ക് ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു സമീപനം, അതോടൊപ്പം തന്നെ ഹോപ്പ്, ഏറ്റവും അധികം നമ്മുടെ ലൈഫിൽ മുമ്പോട്ട് ജീവിക്കണമെങ്കിൽ ഓരോ ദിവസവും നമുക്ക് നന്നായിട്ട് മുമ്പോട്ട് പോകണം, നാളെയെ കുറിച്ച് നല്ലത് എന്റെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ ജീവിതം നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അതല്ലാതെ ഇന്ന് എനിക്ക് മുഴുവൻ പ്രശ്നങ്ങളാണ്, കഴിഞ്ഞ ദിവസവും എനിക്ക് മുഴുവൻ പ്രശ്നങ്ങളായിരുന്നു, എന്റെ ജീവിതം മുഴുവൻ ഇങ്ങനെയാണ് എന്നാണ് നമ്മുടെ ചിന്താഗതി എങ്കിൽ നമ്മൾ ഡിപ്രഷൻ പോലുള്ള അവസ്ഥയിലേക്ക് പോകും. നേരെ മറിച്ച് എനിക്കിനി നല്ല ഇത് വരും, എന്റെ ദൈവം എന്നെ നല്ല രീതിയിൽ നടത്തും എന്നുള്ള ഒരു പ്രതീക്ഷ നമ്മുടെ ജീവിതത്തിലെ ഭാവിയെ കുറിച്ച് ഉണ്ടാവുമ്പോഴാണ് മുമ്പോട്ട് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ഇങ്ങനെ പ്രാർത്ഥനകൾ കൊണ്ടുള്ള ഉപകാരങ്ങൾ അല്ലെങ്കിൽ ഉപയോഗങ്ങൾ അനവധിയാണ്. നമ്മുടെ മനസ്സ് ഒരുപാട് ആകെ അസ്വസ്ഥതപ്പെട്ടിരിക്കുകയാണ്, ഒരു കാര്യത്തിന് ഒരു ക്ലാരിറ്റി ഇല്ല,
അല്ലെങ്കിൽ നമുക്കൊരു തീരുമാനവും ലൈഫിൽ എടുക്കാൻ പറ്റുന്നില്ല, മുമ്പോട്ട് പോകാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് നിങ്ങളുടെ ലൈഫിൽ ഉള്ളത് എങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തോട് കൂടെ ആയിരിക്കാൻ ഒരു അല്പസമയം നിങ്ങൾ മാറ്റിവെക്കുക. ശാന്തമായിട്ട് ആ ദൈവത്തിന് നിങ്ങൾ മാത്രമുള്ള ആ ഒരു മൊമെന്റിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൂടുതൽ ക്ലാരിറ്റി വരും. നിങ്ങൾ ഏറ്റവും അധികം നിങ്ങളെ അലട്ടുന്ന പ്രശ്നത്തിന് പരിഹാരം പലപ്പോഴും ഈ ഒരു മൊമെന്റിൽ നമുക്ക് കിട്ടും. കാരണം നമ്മുടെ മനസ്സാകെ അസ്വസ്ഥതപ്പെട്ടിരിക്കുന്ന അവസരത്തിൽ നമ്മൾ പ്രാർത്ഥനയിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിലെ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് ആണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ശ്രദ്ധയും ഫോക്കസും ഒക്കെ നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പ്രാർത്ഥനയിലൂടെ സാധിക്കുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥന എന്ന് പറയുന്നത് മതപരമായിട്ടുള്ള ഒരു ചടങ്ങ് അല്ലെ ഒരു ആചാരം എന്നതിനപ്പുറം നമുക്ക് ഒരു സുപ്പീരിയർ പവറുമായിട്ടുള്ള ഒരു കണക്ഷൻ. കാരണം നമ്മൾ മനുഷ്യർക്ക് നമ്മളുടെ മുകളിൽ ഒരു ശക്തി ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസവും ആ ശക്തിയാണ് എന്നെ നയിക്കുന്നത് എന്നുള്ള ഒരു ബോധ്യവും ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിൽ നല്ല രീതിയിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കൂ. ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നമ്മുടെ ലൈഫിൽ വരുമ്പോൾ, ഒറ്റപ്പെടൽ തോന്നുമ്പോൾ ഈ പ്രാർത്ഥന എന്ന് പറയുന്ന ആയുധത്തെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമുക്ക് സക്സസ് ആയിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കുമെന്ന് സയൻസ് തന്നെ പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്.